ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 7ത്തിലെ ബാൽ മഹാഭാരത് എന്ന പാഠ്യപുസ്തകത്തിലെ ഭീം എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. भीम पांडव तथा धृतराष्ट्र के 100 पुत्र जो कौरव कहलाते थे हस्तिनापुर में साथ साथ रहने लगे. അപ്പോൾ 5 പാണ്ഡവന്മാരും ധൃതരാഷ്ട്രയുടെ 100 പുത്രന്മാർ, അവർ കൗരവരെന്നായിരുന്നു അറിയപ്പെട്ടത്. അപ്പോൾ പാണ്ഡവന്മാരും കൗരവന്മാരും രണ്ട് കൂട്ടരും ഹസ്തിനാപുരത്തിൽ അവിടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. സാത്ത് സാത്ത് रहने लगे. खेल कूद हंसी मजाक सब में वे साथ ही रहते थे. അപ്പോൾ കളികളായാലും ഇങ്ങനെ ചിരി കളികളായാലും എല്ലാത്തിലും തമാശകളിലും എല്ലാം അവർ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ശരീർ ബൽ മേ പാണ്ഡു കാ പുത്ര ഭീം സബ്സെ ബഡ്കർ ഥാ. അപ്പോൾ ശരീരബലത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് എന്ന് പറയുന്നത് പാണ്ഡു കാ പുത്ര ഭീം. അതായത് ശരീരബലത്തിൽ ഏറ്റവും ആ 2 കൂട്ടരിലും വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ഭീമായിരുന്നു. खेलों में वह दुर्योधन और उसके भाइयों को खूब तंग किया करता था. അപ്പോൾ ആ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ദുര്യോധനനെയും ദുര്യോധൻ്റെ അനുജന്മാരെയും എല്ലാവരെയും ഭീം കുറേ ശല്യപ്പെടുത്തുമായിരുന്നു. അതായത് കുസൃതികൾ കൊണ്ട് അവരെ ശല്യപ്പെടുത്തുമായിരുന്നു. യദ്യപി ഭീം मन में किसी से वैर नहीं रखता था और बचपन के जोश के कारण ही ऐसा करता था. അപ്പോൾ യദ്യപി, അതായത് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഇത്ര ശല്യപ്പെടുത്തുമെങ്കിലും അത് ഭീമിൻ്റെ മനസ്സിൽ അവരോട് അങ്ങനെ ദേഷ്യം എന്ന് പറയുന്നതൊന്നും ഇല്ലായിരുന്നു. വേർ നെഹി റക്താത്ത, വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. और बचपन के जोश के कारण ही ऐसा करता था. ആ കുട്ടിക്കാലത്തെ ആ എനർജി, അതായത് അവരെങ്ങനെയെങ്കിലും ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം അല്ലെങ്കിൽ ഒന്ന് ശല്യപ്പെടുത്തണം. അപ്പോൾ ആ കുട്ടിക്കാലത്തിൻ്റെ ആ എനർജി, ആ ഒരു എനർജി കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുട്ടിക്കാലത്തിൻ്റെ ആ സ്വഭാവം കാരണമാണ് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്, അല്ലാതെ അവരോട് ദേഷ്യം കൊണ്ടല്ല. फिर भी दुर्योधन तथा उसके भाइयों के मन में ഭീം കെ പ്രതി ദ്വേഷ്ഭാവ് ബഡ്നെ ലഗ. ഭീമിൻ്റെ മനസ്സിലൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ദുര്യോധൻ്റെയും അനുജന്മാരുടെയും മനസ്സിൽ ഭീമന് എഗൻസ്റ്റ് ആയിട്ട് അവരുടെ മനസ്സിൽ ദ്വേഷ്ഭാവ്, ഈർഷ്യാക്കാഭാവ്, ഒരു തരത്തിലുള്ള ഒരു അസൂയയും ദേഷ്യവും ഒക്കെ തോന്നിത്തുടങ്ങി. इधर सभी बालक उचित समय आने पर कृपाचार्य से अस्त्र विद्या के साथ साथ अन्य विद्याएं भी सीखने लगे. എല്ലാ ബാലകന്മാരും, അതായത് കൗരവന്മാരും പാണ്ഡവന്മാരും എല്ലാവരും ഉചിത് സമയം ആനേപ്പർ, ശരിയായ സമയം വന്നതും എല്ലാവരും കൃപാചാര്യൻ്റെ അടുത്ത് നിന്നും അസ്ത്രവിദ്യകളും എല്ലാം മറ്റു വിദ്യകളും ഒക്കെ പഠിച്ചു തുടങ്ങി. വിദ്യ സീഖ്നെ മേ ഭി പാണ്ഡവ് കൗരവും സെ ആകെ ഹി രഹത്തെ തെ. അവർ പഠിക്കുന്ന കാര്യത്തിലും, അതായത് വിദ്യ സ്വീകരിക്കുന്ന കാര്യത്തിലും അവർ മിടുക്കന്മാരായിരുന്നു. പാണ്ഡവന്മാർ മിടുക്കന്മാരായിരുന്നു കൗരവരെക്കാൾ. ഇസ്സെ കൗരവ് ഓർ ഖീജ്നെ ലഗേ. അപ്പോൾ ഇത് കണ്ടതും കൗരവന്മാർക്ക് ഇനിയും അവരോടുള്ള ഖീജ്ന എന്ന് പറഞ്ഞാൽ ചിടന, അവരെ കാണുമ്പോൾ ഒരു ദേഷ്യം തോന്നുക. അപ്പോൾ അവരോടുള്ള വിദ്വേഷം കൂടിക്കൊണ്ട് വന്നു. ഖീജ്നയിലേക്ക്, ഖീജ്ന എന്ന് പറഞ്ഞാൽ ചിടന. दुर्योधन पांडवों को हर प्रकार से नीचा दिखाने का प्रयत्न करता रहता था. അപ്പോൾ അവരോടുള്ള ആ ദേഷ്യം കൗരവന്മാർക്ക് കൂടിയപ്പോഴേക്കും ദുര്യോധൻ പാണ്ഡവോं ഹർ പ്രകാർ സെ നീച്ചാ ദിഖാനെ കാ പ്രയത്ന കർത്താ രഹത്താ താ. എങ്ങനെയെങ്കിലും പാണ്ഡവന്മാരെ താഴ്ത്തി കാണിക്കണം, അവർക്ക് കഴിവില്ല എന്ന് കാണിക്കാനുള്ള എല്ലാ രീതിയിലും പ്രയത്നിക്കാൻ തുടങ്ങി. ആര്? ദുര്യോധൻ. ഭീം സെ തോ ഉസ്കി ജറാ ഭി നഹി പഡ്തി ഥി. അപ്പോൾ ഭീമിൻ്റെ കൂടെ ആണെങ്കിലോ ഒരിക്കലും ദുര്യോധനും ഭീമുമായിട്ട് ഒരിക്കലും ഒത്തുചേർന്ന് പോകാൻ പറ്റാത്ത രീതിയിലായിരുന്നു. നഹി പഡ്തി ഥി. അപ്പോൾ एक बार सब कौरवों ने आपस में सलाह करके यह निश्चय किया कि भीम को गंगा में डुबोकर मार डाला जाए और उसके मरने पर युधिष्ठिर, अर्जुन आदि को कैद करके बंदी बना लिया जाए. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ തീരുമാനിച്ചു. एक बार सब कौरवों ने, എല്ലാ കൗരവന്മാരും കൂടെ ആപ്പസ് മേ സലാഹ് കർക്കെ, തമ്മിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിച്ചു ഭീം കോ ഗംഗാമേ ഡുബോക്കർ മാർ ഡാലാ ജായ്, ഗംഗയിൽ മുക്കി കൊല്ലാനായിട്ട് അവർ തീരുമാനിച്ചു. ഉസ്കെ മർനെ പർ യുധിഷ്ഠിർ അർജുൻ ആദി കോ ഖൈദ് കർക്കെ ബന്ദി ബനാ ലിയാ ജായ്. അപ്പോൾ അതിനുശേഷം യുധിഷ്ഠിരനെയും അർജുനനെയും അടിമകളാക്കിയിട്ട് കെട്ടിയിട്ടിട്ട് ബന്ദി ബനാ ലിയാ ജായ്, അവരെ എങ്ങനെയെങ്കിലും ബന്ദിയാക്കണം, അടിമകളാക്കി മാറ്റണം എന്നൊക്കെ ദുര്യോധനും പിന്നെ ബാക്കി അനുജന്മാരും കൗരവന്മാരെല്ലാവരും കൂടെ തീരുമാനിച്ചു.
दुर्योधन ने सोचा कि ऐसा करने से सारे राज्य पर उनका अधिकार हो जाएगा. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുഴുവൻ രാജ്യത്തിലും കൗരവന്മാരുടെ, അതായത് ഞങ്ങളുടെ രാജ്യമായിരിക്കും എന്ന ആ ഒരു മനസ്സിൽ വെച്ചിട്ടാണ് അവരിങ്ങനെ തീരുമാനിക്കുന്നത്. एक दिन दुर्योधन ने धूमधाम से जल क्रीड़ा का प्रबंध किया और പാഞ്ചോ പാണ്ഡവും കോ ഉസ്കെ ലിയെ ന്യോത്താ ദിയ. അപ്പോൾ ഒരു ദിവസം ദുര്യോധൻ നല്ല ആഡംബരത്തോടു കൂടിയ ഒരു ജൽക്രീഡ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള കളികൾ, വെള്ളവുമായിട്ടുള്ള ബന്ധമുള്ള ഓരോ കളികൾ, ഉസ്ക പ്രബന്ധ കിയ, അതിനുള്ള അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തു. എന്നിട്ട് 5 പാണ്ഡവന്മാരെയും അതിനായിട്ട് എന്താണ് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. ന്യോത്താ ദിയ, ഇൻവിറ്റേഷൻ കൊടുത്തു. बड़ी देर तक खेलने और तैरने के बाद सब ने भोजन किया और अपने अपने डेरों में जाकर सो गए. അപ്പോൾ കുറേ സമയത്തേക്ക് അവർ നല്ലോണം കളിച്ചു, നീന്തി കളിച്ചു. അപ്പോൾ അതിനൊക്കെ ശേഷം എന്താണ് സബ്നെ ഭോജൻ കിയ, അതിന് ശേഷം അവർ ഭക്ഷണം കഴിച്ചു. അപ്നെ അപ്നെ ഡേർ, അതിനുശേഷം അപ്നെ അപ്നെ ഡേറുമേ ജാക്കർ സോ ഗെ, അവരവരുടെ കുടീരങ്ങളിൽ പോയിട്ട് അവർ ഉറങ്ങി. അപ്പോൾ दुर्योधन ने छल से भीम के भोजन में विष मिला दिया था. ദുര്യോധൻ എന്താ ചെയ്തത്? കള്ളത്തരം കൊണ്ട് ഭീമിൻ്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. വിഷ് മിലാ ദിയാ था. सब लोग खूब खेले तैरे थे सो थक थकाकर सो गए. അപ്പോൾ എല്ലാവരും നല്ലോണം കളിച്ചു, നീന്തി കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം അവർ എല്ലാവരും ക്ഷീണിച്ചു. അപ്പോൾ थक थकाकर सो गए, എല്ലാവരും ക്ഷീണിതരായിട്ട് ഉറങ്ങിപ്പോയി ബാക്കി എല്ലാവരും. അപ്പോൾ ഭീം കോ വിഷ് കെ കാരൻ ഗഹരാ നശ ഹോ ഗയ. ഭീമിനാണെങ്കിലോ ഭീമിൻ്റെ ഭക്ഷണത്തിൽ വിഷം ചേർത്തത് കാരണം അത് നല്ല എന്താണ് ഗഹരാ നശ, നല്ല ഡീപ്പായിട്ടിങ്ങനെ തലകറങ്ങുന്ന പോലത്തെ നല്ലോണം തലയിൽ എഫക്റ്റ് ചെയ്തു. വ ഡേരെ പർ ഭി ന പहुंच पाया और नशे में चूर होकर गंगा किनारे रेत में ही गिर गया. അപ്പോൾ ഭീമിന് അതിൻ്റെ ആ എഫക്റ്റ്, ആ വിഷത്തിൻ്റെ എഫക്റ്റ് നല്ല ഡീപ്പായിട്ടുണ്ടായിരുന്നു. അത് കാരണം ആ ശിബിരം വരെ എത്താനായിട്ട് സാധിച്ചില്ല. और नशे में चूर होकर ഗംഗാ കിനാരെ റേത് മേ ഹി ഗിർ ഗയ. അതിൻ്റെ ആ എഫക്റ്റ് കാരണം അവിടെ തന്നെ, അതായത് ഗംഗാ നദിയുടെ തീരത്ത് അവിടെ തലകറങ്ങി വീണു. ഉസി ഹാലത് മേ ദുര്യോധൻ ने लताओं से उसके हाथ पैर बांधकर उसे गंगा में बहा दिया. അപ്പോൾ എന്താ ചെയ്തത്? അതേ സ്ഥിതിയിൽ തന്നെ ഭീമിനെ എന്താ ചെയ്തത് ദുര്യോധൻ? വള്ളികളുണ്ടായിരുന്നു, ലതായം എന്ന് പറഞ്ഞാൽ ചെടികൾ, ഈ വള്ളികളുള്ള അതുകൊണ്ട് ആ ചെടികൾ കൊണ്ട് നല്ലോണം കൈകൾ കെട്ടിയിട്ട് ഗംഗാമേ ബഹാദിയ, ഗംഗയിൽ ഒഴുക്കി വിട്ടു ഭീമിനെ. लताओं से जकड़ा हुआ भीम का शरीर गंगा की धारा में बहता हुआ दूर निकल गया. അപ്പോൾ ആ ചെടികളിൽ വള്ളികളിൽ ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്ന ആ ശരീരം, ഭീമൻ്റെ ശരീരവും ഗംഗയുടെ ആ ധാരയിൽ, ഗംഗയുടെ ആ ഒഴുക്കിൽ ഒഴുകി മുന്നോട്ട് പോയി. ഹുവേ ദൂർ നിക്കൽ ഗയ, നല്ല ദൂരെ വരെ അത് ഭീം ഒഴുകി പോയി. इधर दुर्योधन मन ही मन यह सोचकर खुश हो रहा था कि भीम का तो काम ही तमाम हो गया होगा. അപ്പോൾ ഇവിടെയാണെങ്കിലോ അത് ഒഴുക്കി വിട്ടതും ദുര്യോധൻ്റെ മനസ്സിൽ സന്തോഷം. മൻ ഹി മൻ യഹ് സോച്ച്കർ ഖുഷ് ഹോ രഹാ താ, അത് മനസ്സിൽ ഇങ്ങനെ സന്തോഷിക്കുകയായിരുന്നു. ആ ഭീമിൻ്റെ കാര്യം കഴിഞ്ഞു. ഭീം കാ കാം ഈ തമാം ഹോ ഗയാ ഹോഗ, അതായത് ഭീം ഇല്ലാതായി കാണും, മരിച്ചിട്ടുണ്ടാകും എന്ന് ഇങ്ങനെ ദുര്യോധൻ സന്തോഷിക്കുകയായിരുന്നു. जब युधिष्ठिर आदि जगे और भीम को न पाया तो चारों भाइयों ने मिलकर सारा जंगल तथा गंगा का वह किनारा जहाँ जल क्रीड़ा की थी छान डाला. അപ്പോൾ ജബ് യുധിഷ്ഠിർ ആദി ജാഗെ, യുധിഷ്ഠിർ മറ്റുള്ളവരുമൊക്കെ എണീറ്റു. അവരുടെ ഉറക്കം കഴിഞ്ഞതും അവർ ഭീമിനെ നോക്കിപ്പോയി. ഭീം കോ ന പായ, അവിടെ ഭീം കണ്ടില്ല. അപ്പോൾ അവർ ഭീമിനെ നോക്കിപ്പോയി. 4 പേരും, 4 സഹോദരന്മാരും മിൽക്കർ സാറാ ജംഗൽ, എല്ലാ കാടുകളും, പിന്നെ ആ ഗംഗാക്ക വക്കിന, ഗംഗയുടെ ആ നദീതീരവും, പിന്നെ ജഹാ ജൽ ക്രീഡ കീത്തെ, എവിടെയാണോ അവർ കളിച്ചത്, വെള്ളത്തിലെ ആ കളികളൊക്കെ കളിച്ചത്, അവിടെയും എല്ലാം അവർ തപ്പി നടന്നു. ഛാൻഡാല. पर भीम का कहीं पता न चला. പക്ഷെ ഭീമിനെ എവിടെയും കണ്ടുകിട്ടിയില്ല. अंत में निराश होकर दुखी हृदय से वे अपने महल को लौट आए. അവർ എല്ലാവരും നിരാശരായിട്ട് തിരിച്ച് അവരുടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു. इतने में ही क्या देखते हैं कि भीम झूमता झामता चला आ रहा है. അപ്പോഴേക്കും അവർ ആ കൊട്ടാരത്തിൽ എത്തുമ്പോഴേക്കും അവിടെ അവരെന്താ കണ്ടത്? ഭീം ഇങ്ങനെ ആടിയിട്ട് അവിടെ എത്തുകയാണ്. പാണ്ഡവോം ഓർ കുന്തി കെ ആനന്ദ് കാ ठिकाना न रहा.
യുധിഷ്ഠിർ കുന്തി ആദിനെ ഭീം കോ ഗലേ സെ ലഗാ ലിയ. അപ്പോൾ പാണ്ഡവന്മാർക്കും കുന്തിയുടെയും ആ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ആനന്ദ് ക ഠിക്കാന ന രഹ. യുധിഷ്ഠിറും കുന്തിയും ഭീമിനെ ഇങ്ങനെ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. पर यह सब हाल देखकर കുന്തി को बड़ी चिंता हुई. ഇതൊക്കെ കണ്ടപ്പോൾ കുന്തിയുടെ മനസ്സിൽ എന്താണ് ഒരു ചിന്ത, അതായത് ഉസ്നെ വിദുർക്കോ ബോല, ആ ചിന്ത കാരണം, അതായത് ദുര്യോധനൻ ഇങ്ങനെ ചെയ്തു, അപ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ എന്താണ് ആപത്ത് സംഭവിക്കാം എന്ന ആ ചിന്ത കുന്തിയുടെ മനസ്സിൽ ഉണ്ടായി. ഉസ്നെ വിദുർ കോ ബുലാ ഭേജ ഓർ അക്കേലെ മേ ഉൻസെ ബോലി. അപ്പോൾ വിദുറിനെ വിളിച്ചു വരുത്തിയിട്ട് വിദുറിനോട് ആയിട്ട് പറഞ്ഞു, അതും ഒറ്റയ്ക്ക് വിദുറിനോടായിട്ട് മാത്രം പറഞ്ഞു. ദുഷ്ട ദുര്യോധൻ ജറൂർ कोई न कोई चाल चल रहा है. राज्य के लोभ में वह भीम को मार डालना चाहता है. मुझे इसकी चिंता हो रही है. അപ്പോൾ കുന്തി പറഞ്ഞു, ദുഷ്ട ദുര്യോധൻ കൊയ്ന കൊയ് ചാൽ ചൽ റായ. ദുഷ്ട ദുര്യോധൻ എന്തോ എന്താണ് തന്ത്രങ്ങൾ ഉപയോഗിക്കുകയാണ്, കുതന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാജ്യക്ക് ലോഭ് മേ വ ഭീം കോ മാർ ഡാൽന ചാത്ത ഹെ. ആ രാജ്യം കൈക്കലാക്കാനുള്ള ആ അത്യാഗ്രഹം കാരണം ലോഭ് സെ വോ ഭീം കോ മാർ ഡാൽന ചാഹെ. ഭീമനെ പോലും വധിക്കാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു, ഭീമനെ പോലും വധിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. മുझे इसकी चिंता हो रही है. അതിനെപ്പറ്റിയാണ് ഇനിയിപ്പോൾ എനിക്ക് ചിന്ത എന്ന് വിദുറിനോട് പറയുകയാണ്. राजनीति कुशल विदुर कुंती को समझाते हुए बोले, तुम्हारा कहना सही है, परंतु कुशल इसी में है कि इस बात को अपने तक ही रखो. प्रकट रूप से दुर्योधन की निंदा कदापि न करना, नहीं तो इससे उसका द्वेष और बढ़ेगा. രാജ്നീതി കുശൽ വിദുർ കുന്തിക്കോ സംജാത്തെ ഹുയെ പോലെ. രാജ്നീതിയിൽ നല്ല വിദ്വാനായ വിദുർ കുന്തിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, തുമ്ഹാരാ കേനാ സഹി ഹെ, നീ പറയുന്നതൊക്കെ ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. പരന്തു കുശൽ ഇസി മേ ഹെ കി ഇസ് ബാത് കോ അപ്നെ തക് ഹി രഖോ. പക്ഷേ ബുദ്ധി എന്ന് പറയുന്നത് ഈ കാര്യം തന്നിൽ തന്നെ വെക്കുക. പ്രകട് രൂപ് സെ ദുര്യോധൻ കി നിന്ദ കദാപി ന കറോ. പ്രകട് രൂപ് മേ, അതായത് ദുര്യോധനെ എല്ലാവരുടെയും മുമ്പിൽ അല്ലെങ്കിൽ അറിയിക്കുന്നത് പോലെ ദുര്യോധനെ പരിഹസിക്കുക എന്നത് മാത്രം ചെയ്യരുത്. കദാപി ന കറോ, ഒരിക്കലും ചെയ്യരുത്. നഹി തോ ഇസ്സെ ഉസ്കാ ദ്വേഷ് ഓർ ബഡേഗ. ഈ കാര്യം ദുര്യോധനൻ നേരിട്ട് പറയുകയാണ് അല്ലെങ്കിൽ നിന്ദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ദേഷ്യം ദുര്യോധൻ അതുപോലെ കാണിക്കും. നഹി തോ ഇസ്സെ ഉസ്കാ ദ്വേഷ് ഓർ ബഡേഗ. അത് കാരണം ദുര്യോധൻ്റെ ആ ദേഷ്യം ഇനിയും കൂടത്തേയുള്ളൂ, അതായത് പ്രതികാരത്തിൻ്റെ ആ ബുദ്ധി ഇനിയും കൂടത്തേയുള്ളൂ എന്ന് വിദുർ പറഞ്ഞ് മനസ്സിലാക്കി. इस घटना से भीम बहुत उत्तेजित हो गया था. उसे समझाते हुए युधिष्ठिर ने कहा, भाई भीम, अभी समय नहीं आया है, तुम्हें अपने आप को संभालना होगा. इस समय तो हम पांचों भाइयों को यही करना है कि किसी प्रकार एक दूसरे की रक्षा करते हुए बचे रहें. അപ്പോൾ ഈ സംഭവം നടന്നതും ഭീമിനെ കൂടുതൽ എന്താണ് ദേഷ്യമാണ് വരുത്തിയത്. ഉത്തേജിത് ഹോ ഗയാ താ, ഭീം ഉത്തേജിത് ഹോ ഗയാ താ. ഭീമിന് വളരെയധികം അവരോടുള്ള ആ ദേഷ്യം കൂടുകയാണ് ചെയ്തത്. ഉസെ സംജാത്തെ ഹുയെ യുധിഷ്ഠിറിനെ കഹാ. ഭീമിനെ മനസ്സിലാക്കിക്കൊണ്ട് യുധിഷ്ഠിർ പറഞ്ഞു, ഭായ് ഭീം, അഭി സമയ് നഹി ആയ. ഇപ്പോൾ അവരോട് പ്രതികാരം ചെയ്യാനുള്ള സമയം എത്തിയില്ല. തുമേ അപ്നെ ആപ്കോ സംഭാലന ഹോഗ. നീ നിന്നെ സ്വയം കൺട്രോൾ ചെയ്യുക. ഇസ് സമയത്തോ ഹം പാഞ്ചോ ഭായിയോ കോ യഹി കർണ ഹൈ. ഞങ്ങൾക്കിപ്പോൾ എന്താ ചെയ്യേണ്ടിയിരിക്കുന്നത്? 5 സഹോദരന്മാർക്കും എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? കിസി പ്രകാർക്കെ ദൂസരേക്ക് രക്ഷാ കർത്തേ ഹുവേ ബച്ചേ രഹേ. എങ്ങനെയെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഞങ്ങൾക്ക് തമ്മിൽ ഈ ആപത്തിൽ നിന്നുമൊക്കെ തമ്മിൽ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നത് മാത്രമേ ഇപ്പോൾ ചെയ്യേണ്ടിയിരിക്കുന്നുള്ളൂ, അല്ലാതെ പ്രതികാരത്തിനുള്ള സമയമായിട്ടില്ല എന്ന് യുധിഷ്ഠിർ ഭീമിനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. യുധിഷ്ഠിറാണ് ജ്യേഷ്ഠൻ. അപ്പോൾ ജ്യേഷ്ഠൻ അനുജനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ്. भीम के वापस आ जाने पर दुर्योधन को बड़ा आश्चर्य हुआ. उसका हृदय और जलने लगा. അപ്പോൾ ഭീം തിരിച്ചു വന്നു എന്നറിഞ്ഞതും ദുര്യോധന് അത് വളരെയധികം ആശ്ചര്യമായിട്ട് തോന്നി. കാരണം കൈകളൊക്കെ കെട്ടിയിട്ടിട്ട് ഗംഗയിൽ ഒഴുക്കി വിട്ടതാണ് ഭീമിനെ. എന്നിട്ടും ഭീം തിരിച്ചു വന്നിരിക്കുന്നു. അത് ദുര്യോധനന് വളരെയധികം ആശ്ചര്യം തോന്നി അത് കണ്ടപ്പോൾ. ഉസ്കാ ഹൃദയ് ഓർ ജൽനിലക. ഇനിയും കൂടുതൽ ഈർഷ്യയാണ് തോന്നി, ഇനിയും കൂടുതൽ എന്താണ് അസൂയവും ഒക്കെ തോന്നി ദുര്യോധനന്. അത് കാരണം ഇങ്ങനെ ഉസ്കാ ഹൃദയ് ജൽനിലക, ഇങ്ങനെ ആളിക്കത്താൻ തുടങ്ങി. ആ ദേഷ്യവും ഈർഷ്യവും എല്ലാം കൊണ്ട് ഇങ്ങനെ ഹൃദയം ആളിക്കത്താൻ തുടങ്ങി, ദേഷ്യം കൂടി വന്നു.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്